Hallelujah, hallelujah. Praise the Lord, praise the Lord. Thank you, Lord. Hallelujah, hallelujah, hallelujah. Praise the Lord, praise the Lord, praise the Lord. Hallelujah, hallelujah, hallelujah. നന്ദി കർത്താവേ, നന്ദി യേശുവേ, നന്ദി കർത്താവേ. Hallelujah, 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 hallelujah. Praise the Lord, praise the Lord, praise the Lord. Hallelujah. Thank you, Lord. Thank you, Father. Worship you, Lord. Glorify your holy name, Father. We worship you, Lord. Hallelujah. യേശുവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. Hallelujah, hallelujah, hallelujah. Praise the Lord, praise the Lord, praise the Lord. Hallelujah, hallelujah. Thank you, Lord. Hallelujah. Praise the Lord, praise the Lord, praise the Lord. Hallelujah, hallelujah. Praise the Lord. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ നല്ല നിമിഷത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. മാറ്റമില്ലാത്ത കർത്താവിൻ്റെ വചനവുമായി വീണ്ടും ഒരിക്കൽ കൂടെ റോസ് ഫാമിലി FB പേജിൽ കടന്നു വരുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന നല്ല അവസരത്തിനായി പ്രാരംഭത്തിൽ തന്നെ സകല മാനവും മഹത്വവും ഞാൻ കർത്താവിനെ അർപ്പിക്കുന്നു. വിശേഷാൽ എന്നെ ഈ സെഷനിലേക്ക് ക്ഷണിച്ച ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിനായി സേവനം അനുഷ്ഠിക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠദാസി റോസ്ലിൻ ആൻറ്റിയോടും കുടുംബത്തോടുള്ള നന്ദി അറിയിക്കുകയാണ്. കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നാം ഓരോരുത്തരുമായിരിക്കുന്ന മേഖലകളിൽ കർത്താവിൻ്റെ വലിയ സാന്നിധ്യം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധാത്മാവ് നമ്മെ നടത്തട്ടെ. പ്രാർത്ഥനയോടെ വചനധ്യാനത്തിന് മുൻപിൽ നമുക്കായിരിക്കും. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടച്ച് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ എങ്ങനെ സ്തുതിക്കുന്നു. അപ്പോൾ അങ്ങയുടെ സന്നിധാനത്തിൽ കർത്താവേ ഞങ്ങൾ വചനത്തിന് മുൻപിലായിരിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടുന്ന ദൈവീക ആലോചനകൾ, ആത്മീയ മർമ്മങ്ങൾ, ദൈവീക ദൂതുകൾ കർത്താവ് നൽകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. മാനുഷികമായ ഒരു ശബ്ദമല്ല, ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടേണ്ടെന്ന് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ ആത്മാവ് തന്നെ സകലവും നിയന്ത്രിച്ച് നയിക്കേണ്ടതിന് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേടുദ്രമൽ ഇതോട്ട് സ്തോത്രമോത്തം എല്ലാം അങ്കി നൽകുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ ആത്മീക ചിന്തയ്ക്ക് ആധാരമായിട്ട് സംഖ്യാപുസ്തകം 12-ാമത്തെ അധ്യായം അതിൻ്റെ 7ഉം 8ഉം വാക്യങ്ങളിലേക്ക് നമുക്ക് കടന്നു വരാം. ദ ബുക്ക് ഓഫ് നമ്പേഴ്സ് ചാപ്റ്റർ 12 വേഴ്സസ് 7 and 8. അവിടെ ഇങ്ങനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എൻ്റെ ദാസനായ മോശയോ അങ്ങനെയല്ല, അവൻ എൻ്റെ ഗൃഹത്തിലൊക്കെയും വിശ്വസ്തനാകുന്നു. അവനോട് ഞാൻ അരുളി ചെയ്യുന്നത് മറുപൊരുളായിട്ടല്ല, അഭിമുഖമായിട്ടും സ്പഷ്ടമായിട്ടും അത്രേ. അവൻ യഹോവയുടെ രൂപം കാണുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമുക്ക് അറിയാവുന്ന ഒരു വേദഭാഗമാണ്. ഇതിൻ്റെ പശ്ചാത്തലം വളരെ സുപരിചിതമാണ്. മോശയ്ക്ക് വിരോധമായിട്ട് തൻ്റെ സഹോദരന്മാർ സംസാരിക്കുന്ന ഒരു ഭാഗമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അഹരോനും മിരിയാമും മോശയ്ക്ക് വിരോധമായി സംസാരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ കർത്താവ് മോശയോട് പറയുകയാണ്, നിങ്ങളൊക്കെ ആമേൻ സ്തോത്രം കൂടാരത്തിൽ കടന്നു വരണം, നിങ്ങളൊക്കെ ആമേൻ സ്തോത്രം പുറത്ത് കടന്നു വരണമെന്ന് കർത്താവ് ആമേൻ സ്തോത്രം സംസാരിക്കുകയാണ്. അങ്ങനെ ഇവർ മൂവരും പുറത്ത് കടന്നു വരുന്നു. ആ സമയത്ത് ദൈവം അഹരോനോടും മിരിയാമിനോടും സംസാരിക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചു കേൾപ്പാനിടയായത്. അവിടെ കർത്താവ് പറയുക, എൻ്റെ ദാസനായ മോശയോ അങ്ങനെയല്ല, അവൻ എൻ്റെ ഗൃഹത്തിലൊക്കെയും വിശ്വസ്തനാകുന്നു. എങ്ങനെയല്ല? പ്രൈസ് ദി ലോർഡ്. അത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ മുൻപിലത്തെ വാക്യം 6-ാമത്തെ വാക്യം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. കർത്താവ് അരുളി ചെയ്യുകയാണ്, എൻ്റെ വചനങ്ങളെ കേൾപ്പീൻ. നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനുണ്ടെങ്കിൽ യഹോവയായ ഞാൻ അവന് ദർശനത്തിൽ എന്നെ വെളിപ്പെടുത്തുകയും സ്വപ്നത്തിൽ അവനോട് അരുളി ചെയ്യുകയും ചെയ്യും. ഹല്ലേലൂയ. ദൈവം പറയുകയാണ്, നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനുണ്ടെങ്കിൽ ആമേൻ കർത്താവ് ആ പ്രവാചകനിലൂടെ ആമേൻ ദർശനത്തിലൂടെ കർത്താവ് സംസാരിക്കും, അല്ലെങ്കിൽ സ്വപ്നത്തിൽ കർത്താവ് തന്നെ വെളിപ്പെടുത്തും എന്ന് ദൈവം പറയുകയാണ്.
പഴയ നിയമത്തിൽ പ്രവാചക പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് കർത്താവ് പറയുകയാണ്, ആമേൻ സ്തോത്രം, ഒരു പ്രവാചകൻ ഒരു ദേശത്തുണ്ടെങ്കിൽ ആമേൻ സ്തോത്രം, ഞാൻ എന്തെങ്കിലും ആ മനുഷ്യന് മറച്ചു വെക്കുമോ? ആമേൻ, ദേശത്ത് സംഭവിക്കാനുള്ളത് കർത്താവ് പ്രവാചകന്മാരെ അറിയിക്കത്തില്ലയോ എന്നൊക്കെ ദൈവം സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇവിടെ അതുപോലെ തന്നെ കർത്താവ് പറയുക, നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടെങ്കിൽ അവന് ദർശനത്തിൽ എന്നെ വെളിപ്പെടുത്തുകയും സ്വപ്നത്തിൽ അവനോട് അരുളി ചെയ്യുകയും ചെയ്യും. ഹല്ലേലൂയ. അപ്പോൾ ഈ കാലഘട്ടത്തിലും ഹല്ലേലൂയ അന്നുള്ളതുപോലെ തന്നെ ദൈവം ദർശനത്തിലൂടെ സംസാരിക്കും. ഹല്ലേലൂയ. ദൈവം സ്വപ്നത്തിലൂടെ തന്നെ വെളിപ്പെടുത്തും. ദൈവീക ഉദ്ദേശങ്ങൾ, ദൈവീക പദ്ധതികൾ കർത്താവ് ഒരു പ്രവാചകനായിക്കൊള്ളട്ടെ, ഒരു പ്രവാചകി ആയിക്കൊള്ളട്ടെ, ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്നവർ കർത്താവ് സംസാരിപ്പാനിടയായിത്തീരും. പക്ഷേ മോശയുടെ വിഷയത്തിൽ അങ്ങനെയല്ല എന്നാണ് കർത്താവ് പറയുന്നത്. മോശ ഒരു അറിയപ്പെട്ട പ്രവാചകനായിരുന്നു. എന്നാൽ ദൈവം പറയുകയാണ്, എന്നാൽ എൻ്റെ ദാസനായ മോശ അങ്ങനെയല്ല, അവൻ എൻ്റെ ഗൃഹത്തിലൊക്കെയും വിശ്വസ്തനാകുന്നു. അപ്പോൾ മോശയുടെ ചില പ്രത്യേകതകളിൽ ഒന്നാമത്തെ പ്രത്യേകത, താൻ വിശ്വസ്തനായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, ആമേൻ, പരിശുദ്ധാത്മാവ് ഈ സെഷനിൽ കൈമാറുവാൻ എനിക്ക് നൽകിയ ഒരു ദൈവീക ആലോചന, ആർ യു ഫെയ്ത്ത്ഫുൾ? ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, നീ വിശ്വസ്തയായ ഒരു വ്യക്തിയാണോ? നീ വിശ്വസ്തനാണോ? കർത്താവിൻ്റെ ആത്മാവിന് നമ്മോട് ആമേൻ സ്തോത്രം ചോദിക്കുവാനുള്ളൊരു ചോദ്യം, ആർ യു ഫെയ്ത്ത്ഫുൾ? ഹല്ലേലൂയ. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദത്തിൽ, നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകളിൽ, നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകളിൽ നാം വിശ്വസ്തരാണോ? കർത്താവ് മോശയെക്കുറിച്ചൊരു സാക്ഷ്യം പറയുകയാണ്, എൻ്റെ ദാസനായ മോശ. ദൈവത്തിന് ഒരു ലജ്ജയില്ല. കർത്താവ് പറയുക, അവൻ എൻ്റെ ദാസനാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് തന്നെ അഭിസംബോധന ചെയ്യുന്നത് അങ്ങനെയാണ്. എന്നിട്ട് പറയുകയാണ്, ഹി ഇസ് ഫെയ്ത്ത്ഫുൾ. അവൻ അങ്ങനെയല്ല, അവൻ സ്വന്തം എൻ്റെ ഗ്രഹത്തിലൊക്കെയും വിശ്വസ്തനാകുന്നു. എബ്രായ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെയും നമുക്ക് ഇങ്ങനെ തന്നെയാണ് കാണുവാൻ കഴിയുന്നത്. എബ്രായ ലേഖനത്തിൽ കർത്താവ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ സ്തോത്രം, മോശയെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തുകയാണ്. പരിശുദ്ധാത്മാവ് ആമേൻ ലേഖകനിലൂടെ വെളിപ്പെടുത്തുന്ന ഇതേ കാര്യമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എബ്രായ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരിക്കുന്ന പോലെ യേശുവും തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസ്തനാകുന്നു. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവിനെ കുറിച്ചാണ് അവിടെ വ്യക്തമായിട്ട് പറയുന്നത്. പക്ഷെ പറയുകയാണ്, അവിടെ ഒരു കമ്പാരിഷൻ കൊടുക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, മോശ ദൈവഭവനത്തിലൊക്കെ വിശ്വസ്തനായിരിക്കുന്നത് പോലെ യേശുവും തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസ്തനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, നമ്മെ കർത്താവ് നിയമിച്ചാക്കിയിരിക്കുന്ന ചില മേഖലകളുണ്ട്. നമ്മെ ഓരോരുത്തരെയും ദൈവം ഓരോ ഉത്തരവാദിത്വം ഏൽപ്പിച്ച ഓരോ മേഖലകളിലും നിയമിച്ചാക്കി വെച്ചിട്ടുണ്ട്. യേശുവും തന്നെ നിയമിച്ചവന് വിശ്വസ്തനായിരുന്നു. മോശ വിശ്വസ്തനായിരുന്നത് പോലെ തന്നെ യേശു കർത്താവും വിശ്വസ്തനായിരുന്നു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് താഴോട്ട് വായിച്ചു വരുമ്പോൾ പറയുകയാണ്, ഒരു ഭവനത്തെക്കുറിച്ച് എടുത്തു പറയുകയാണ്. എന്നിട്ട് അവിടെ പറഞ്ഞിരിക്കുന്ന ഭവനത്തെക്കാളും ഭവനം ചമച്ചവന് അധികം മാനമുള്ളതുപോലെ യേശുവും മോശയേക്കാൾ അധികം മഹത്വത്തിന് യോഗ്യൻ എന്ന് എണ്ണിയിരിക്കുന്നു. ഏത് ഭവനവും ചമപ്പാൻ ഒരാൾ വേണം, സർവവും ചമച്ചവൻ ദൈവം തന്നെ. അവൻ്റെ ഭവനത്തിലൊക്കെ ഈ മോശ വിശ്വസ്തനായിരുന്നത് അരുളി ചെയ്യുവാൻ സാക്ഷ്യം പറയുന്ന ഭൃത്യനായിട്ടത്രേ. അരുളി ചെയ്യുവാൻ ഇരുന്നിരുന്നതിന് ആമേൻ സാക്ഷ്യം പറയുന്ന ഒരു ഭൃത്യനായിട്ടാണ് മോശയെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത്. തൻ്റെ ഭവനത്തിലൊക്കെ താൻ വിശ്വസ്തനായിരുന്നു. ആമേൻ, അവൻ്റെ ഭവനത്തിലൊക്കെ മോശ വിശ്വസ്തനായിരുന്നത് അരുളി ചെയ്യുവാനിരുന്നതിന് സാക്ഷ്യം പറയുന്ന ഭൃത്യനായിട്ടത്രേ. അപ്പോൾ ദൈവത്താൽ ലഭിക്കുന്ന അരുളപ്പാടുകൾ, അരുളി ചെയ്യുവാനിരിക്കുന്ന ഓരോ വിഷയത്തിലും വിശ്വസ്തനായ ഒരു ഭൃത്യനായിട്ട്, ആമേൻ സ്തോത്രം, സാക്ഷ്യം പറയുന്ന ഒരു മനുഷ്യനായിട്ടാണ് മോശയെ അവിടെ പ്രത്യേകമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, ഹല്ലേലൂയ. ഇവിടെ കർത്താവ് ആമേൻ സ്തോത്രം, യഹോവയായ ദൈവം ആമേൻ സംസാരിക്കുകയാണ് അഹരോനോടും മിര്യാമിനോടും. എന്നാൽ എൻ്റെ ദാസനായ മോശയോ അവൻ വിശ്വസ്തനാകുന്നു. പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, നമ്മെ നോക്കി ഇന്ന് കർത്താവ് എന്തായിരിക്കും പറയുന്നത്? ഹല്ലേലൂയ. കർത്താവിനൊരു സാക്ഷ്യമുണ്ടോ? ദറ്റ് വി ആർ ഫെയ്ത്ത്ഫുൾ. ഹല്ലേലൂയ. ഹി ഓർ ഷീ ഈസ് ഫെയ്ത്ത്ഫുൾ. ഈ ഒരു വ്യക്തി, ഇന്ന വ്യക്തി, ഇവൾ വിശ്വസ്തയാണ്, ഇവൻ വിശ്വസ്തനാണ്. ദൈവം മോശയെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്, അവൻ എൻ്റെ ഗൃഹത്തിലൊക്കെയും വിശ്വസ്തനാകുന്നു. രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ രണ്ടാമത്തെ ഗുണം മോശയെക്കുറിച്ച് ദൈവം പറയുകയാണ്, അവനോട് ഞാൻ അരുളി ചെയ്തത് മറുപൊരുളായിട്ടല്ല, അഭിമുഖമായിട്ടും സ്പഷ്ടമായിട്ടും അത്രേ അവൻ യഹോവയുടെ രൂപം കാണുകയും ചെയ്യും. അപ്പോൾ ഹല്ലേലൂയ, രണ്ടാമത്തെ പ്രത്യേകത, ദൈവം തന്നോട് ആമേൻ സ്പഷ്ടമായിട്ടാണ് സംസാരിക്കുന്നത്, മറുപൊരുളായിട്ടല്ല. എന്ന് വെച്ചാൽ ഹല്ലേലൂയ, ആമേൻ സ്തോത്രം, മറഞ്ഞിരിക്കുന്ന ഒരു പൊരുൾ പോലെയല്ല കർത്താവ് സംസാരിക്കുന്നത്. നമ്മൾ മുന്നമേ വായിച്ചു കേട്ട് വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടെങ്കിൽ ഞാൻ അവനോട് ദർശനത്തിലൂടെ സംസാരിക്കുകയും സ്വപ്നത്തിൽ എന്നെ തന്നെ വെളിപ്പെടുത്തുകയും ചെയ്യും. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് പറയുകയാണ്,
ദർശനത്തിലൂടെ സംസാരിക്കും, സ്വപ്നത്തിലൂടെ സംസാരിക്കും. പഴയ നിയമത്തിലെ ഹല്ലേലൂയ ഓരോ ദർശനങ്ങളും ഓരോ സ്വപ്നങ്ങളും അത് വ്യാഖ്യാനിക്കുവാൻ ഒരു വ്യക്തി വേണമായിരുന്നു. കാരണം ഇറ്റ് വാസ് നോട്ട് ഡയറക്റ്റ്. സ്വപ്നങ്ങൾ വളരെ ഡയറക്റ്റ് അല്ലായിരുന്നു, ദർശനങ്ങൾ ഡയറക്റ്റ് അല്ലായിരുന്നു. അത് വ്യാഖ്യാനിക്കുവാൻ വ്യാഖ്യാന വരം പ്രാപിച്ച ഒരു വ്യക്തി വേണം. അപ്പോൾ ഇവിടെ പറയുകയാണ് മോശയോട് കർത്താവ് സംസാരിക്കുന്നത് സ്പഷ്ടമായിട്ടാണ്. അതുപോലെ തന്നെ അഭിമുഖമായിട്ടാണ്, അതായത് മുഖാമുഖമായിട്ട് ദൈവം മോശയോട് സംസാരിക്കും. കർത്താവ് പറയുക മറുപൊരുളായിട്ടല്ല, അതായത് മറഞ്ഞിരിക്കുന്ന ഒരു പൊരുൾ കർത്താവ് മോശയോട് സംസാരിക്കുന്നില്ല, മറിച്ച് സ്പഷ്ടമായിട്ട് വ്യക്തമായിട്ടാണ് ദൈവം മോശയോട് സംസാരിക്കുന്നത്. അത് മനസ്സിലാക്കണമെങ്കിൽ നമുക്കൊരു വാക്യം വായിക്കാം. പുറപ്പാടിൻ്റെ പുസ്തകം 33 അധ്യായം അതിൻ്റെ 11 വാക്യം. ദ ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ 33 വേഴ്സ് 11. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, ഒരുത്തൻ തൻ്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു, പിന്നെ അവൻ പാളയത്തിലേക്ക് മടങ്ങി വന്നു. ദൈവം ഇവിടെ മോശയോട് എങ്ങനെയാണ് സംസാരിക്കുന്നത്? ഒരുത്തൻ ഒരു സ്നേഹിതനോട് സംസാരിക്കുന്ന പോലെ, ഒരു വ്യക്തി തൻ്റെ സ്നേഹിതനോട് എപ്രകാരം സംസാരിക്കുന്നു അതുപോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു. ഹല്ലേലൂയ. മുഖാമുഖമായി ദൈവം സംസാരിക്കുകയാണ്. ഈ ഒരു ഭാഗത്തിൽ, ഈ ഒരു അധ്യായത്തിൽ നോക്കുമ്പോൾ ഇസ്രായേൽ ജനത്തെ കർത്താവ് മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്നിട്ട് ഹല്ലേലൂയ മോശയോട് ദൈവം പറയുകയാണ്, ഞാൻ കൊണ്ടുവന്ന ജനത്തെയും നീയും കൂടെ സ്വന്തം കനാനിലേക്ക് അല്ലെങ്കിൽ വാഗ്ദത്തത്തിലേക്ക് കടക്കണം. പക്ഷേ മർദ്ദലിച്ചു നിന്ന ജനത്തെക്കുറിച്ചാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവം പറയുകയാണ്, ഈ ജനം ഹല്ലേലൂയ എന്നോട് മത്സരിച്ചിരിക്കുകയാണ്, ഈ ജനം ദൈവശബ്ദത്തിന് അനുസരണക്കേട് കാണിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ജനമൊക്കെ ദുഃഖിച്ച് ദൈവത്തിൻ്റെ സന്നിധാനത്തിലായിരിക്കുന്നു. അപ്പോൾ കർത്താവ് സംസാരിക്കുകയാണ്, മോശ പാളയത്തിലേക്ക് കടന്നു വരിക, അല്ലെങ്കിൽ സമാഗമന കൂടാരത്തിലേക്ക്, പ്രൈസ് ദി ലോർഡ്, കൂടാരത്തോടടുത്ത് ചെല്ലുക. അവിടെ ദൈവീക ശെഖേന, ദൈവീക ഗ്ലോറി, ദൈവീക മഹത്വം വെളിപ്പെടുവാനിടയായി തീർന്നു. എന്നിട്ട് ദൈവം മോശയോട് സംസാരിക്കുകയാണ്. അപ്പോൾ സംസാരിക്കുന്ന ഒരു പ്രത്യേകത അല്ലെങ്കിൽ സംസാരിക്കുന്ന ഒരു വിധത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഒരുത്തൻ തൻ്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വായിച്ചു കേട്ട കുറിവാക്യത്തിൽ നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയുന്നു, ദൈവം അഭിമുഖമായിട്ടും സ്പഷ്ടമായിട്ടും അത്രേ അവനോട് സംസാരിച്ചത്, മറുപൊരുളായിട്ടല്ല. പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, ദൈവവുമായിട്ടൊരു ബന്ധം നമുക്കുണ്ടോ? കർത്താവ് നമ്മോട് മുഖാമുഖമായി സംസാരിക്കുന്ന ഒരു ബന്ധത്തിലേക്ക് ആ ഒരു തലത്തിലേക്ക് കടക്കുവാൻ നമുക്ക് ആഗ്രഹമുണ്ടോ? അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ നാം ദൈവസന്നിധാനത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കുവാൻ ഇടയാകണം. നാം കർത്താവിനോട് പറയണം, കർത്താവേ എന്നോട് മുഖാമുഖമായി സംസാരിക്കണമേ. ദൈവം മുഖാമുഖമായി സംസാരിക്കുന്ന ദൈവമാണ്. അപ്പോൾ കർത്താവ് ഇവിടെ പ്രൈസ് ദി ലോർഡ് അഹരോനോടും മിര്യാമിനോടും പറയുകയാണ്, ഞാൻ മോശയോട് മറുപൊരുളായിട്ടല്ല അഭിമുഖമായിട്ടും സ്പഷ്ടമായിട്ടുമാണ് സംസാരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ കണ്ടതുപോലെ ഒരു വ്യക്തി തൻ്റെ സ്നേഹിതനോട് എങ്ങനെയാണ് സംസാരിക്കുന്നത്? നാം ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ വി ഹാവ് എ ഡയറക്റ്റ് കോൺടാക്ട്. ഹല്ലേലൂയ. നമ്മൾ അവരുടെ കണ്ണുകളിലേക്ക് നോക്കി, അവരുടെ മുഖത്തേക്ക് നോക്കി സംസാരിക്കുന്നത് പോലെ ഒരു ദർശനത്തിലും സ്വപ്നത്തിനും ഇടപെടുന്നത് പോലെ അല്ല. ഹല്ലേലൂയ. ഒരു സ്വപ്നത്തിന് വ്യാഖ്യാനം വേണം, ഒരു ദർശനത്തിന് വ്യാഖ്യാനം വേണം. എന്നാൽ സ്പഷ്ടമായിട്ട് അഭിമുഖമായിട്ട് ദൈവം മോശയോട് സംസാരിച്ചു. പക്ഷെ നമുക്കറിയാം, ഇവിടെ ആ മോശയ്ക്ക് വിരോധമായിട്ട് ഹല്ലേലൂയ തൻ്റെ സഹോദരങ്ങൾ പിറുപിറുക്കുകയാണ്. കാരണം ഒന്നേ ഉള്ളൂ, താൻ വിവാഹം കഴിച്ച കൂശി സ്ത്രീ നിമിത്തം. ഈ അധ്യായത്തിന്റെ പ്രാരംഭ വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, മോശ ഒരു കൂശി സ്ത്രീ വിവാഹം ചെയ്യുന്നത് കൊണ്ട് കൂശി സ്ത്രീ നിമിത്തം മിരിയാമും അഹരോനും അവന് വിരോധമായി സംസാരിച്ചു. ആ സ്ത്രീ നിമിത്തമാണ് സംസാരിക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, യഹോവ മോശ മുഖാന്തരം മാത്രമേ അരുളി ചെയ്തിട്ടുള്ളൂവോ, ഞങ്ങൾ മുഖാന്തരം അരുളി ചെയ്തിട്ടില്ലയോ എന്ന് പറഞ്ഞു. യഹോവ അത് കേട്ടു. പ്രൈസ് ദി ലോർഡ്. എന്നെ വളരെ ചിന്തിപ്പിച്ചൊരു പദമാണ്, യഹോവ അത് കേട്ടു. പ്രിയ ദൈവത്തിന്റെ ജനമേ, നാം സംസാരിക്കുന്ന ഓരോ വാക്കുകളും ശ്രദ്ധിക്കുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. മലാക്കിയുടെ പ്രവചന പുസ്തകത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, യഹോവ ഭക്തന്മാർ തമ്മിൽ തമ്മിൽ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വെച്ചത് കേട്ടു. ഹല്ലേലൂയ. ഇവിടെ മോശയ്ക്ക് വിരോധമായി അഹരോനും മിര്യാമും സംസാരിക്കുമ്പോൾ യഹോവ അത് കേട്ടു. പ്രിയ ദൈവമക്കളെ, നാം ആയിരിക്കുന്ന മേഖലകളിൽ നാം എപ്പോഴും ഓർക്കേണ്ട ഒരു വിഷയം, നാം സംസാരിക്കുന്ന ഓരോ വാക്കും ദൈവം ശ്രദ്ധിക്കുന്നുണ്ട്. നാം പറയുന്ന ഓരോ വാക്കും ദൈവത്തിൻ്റെ സന്നിധാനത്തിലുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് ലേഖനം എഴുതുമ്പോൾ പറയുന്നത്,
നിങ്ങളുടെ വാക്കുകൾ കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തുന്നതുമായിരിക്കട്ടെ. ഹല്ലേലൂയ. നമ്മൾ സംസാരിക്കുന്ന ഓരോ വാക്കിലൂടെയും ദൈവത്തിന് പ്രസാദമുള്ളതാകണം, കേൾക്കുന്നവന് പ്രയോജനമുള്ളതായി, കേൾക്കുന്നവന് ആത്മീയ വർധന വരുത്തുന്ന വാക്കുകളെ നമ്മുടെ വായിൽ നിന്ന് വരാവൂ. ഹല്ലേലൂയ. കൃപയോട് കൂടിയ വാക്കുകളായിരിക്കട്ടെ. ഉപ്പിനാൽ രുചി വരുത്തുന്ന ഒരു ഉപ്പ് ഒരു ആഹാരത്തിന് എത്രമാത്രം രുചി കൊടുക്കുന്നു, എങ്ങനെ അത് രുചി കൊടുക്കുന്നു, അത്രമാത്രം പ്രയോജനമുള്ള, അല്ലെങ്കിൽ ഉപ്പിന് ഒരു പ്രയോജനം ുള്ളതുപോലെ നാമും പ്രയോജനമുള്ള വാക്കുകൾ നമ്മുടെ വായിൽ നിന്ന് വരട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ് യഹോവ അത് കേട്ടു. നാം സംസാരിക്കുന്ന ഓരോ വാക്കുകളും ദൈവം ശ്രദ്ധ വെച്ച് കേൾക്കുന്നുണ്ട്. ഹല്ലേലൂയ. യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിക്കും, യഹോവ ശ്രദ്ധ വെച്ചത് കേട്ടു. പ്രിയ ദൈവത്തിന്റെ പൈതലേ, നമ്മുടെ വായിൽ നിന്ന് വീഴുന്ന ഓരോ വാക്കിനും വളരെയധികം പ്രാധാന്യമുണ്ട്, വളരെയധികം വിലയുണ്ട്. ഹല്ലേലൂയ. ഇവിടെ ഭക്തന് വിരോധമായിട്ട് സംസാരിക്കുക, ദൈവത്താൽ നിയമിക്കപ്പെട്ടവന്, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവന്, ദൈവത്താൽ ഇസ്രായേൽ ജനത്തെ അടിമത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരേണ്ട ആ മനുഷ്യന് വിരോധമായി സംസാരിക്കുകയാണ്. ഇത് യഹോവ ശ്രദ്ധ വെച്ച് കേൾക്കുകയാണ്. എന്നിട്ട് കർത്താവ് മോശ എന്ന പുരുഷനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു. മോശയുടെ മൂന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. മോശ അതിസൗമ്യനായ വ്യക്തിയായിരുന്നു. ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യൻ, സൗമ്യനല്ല അതിസൗമ്യൻ. ഹി വാസ് ദ മോസ്റ്റ് ഹംബിൾ പേഴ്സൺ ഇൻ ദി വേൾഡ്. ഹല്ലേലൂയ. അത്രമാത്രം അതിസൗമ്യനായ ഒരു വ്യക്തിയാണ് മോശ. എന്നിട്ട് കർത്താവ് പറയുക, പെട്ടെന്ന് യഹോവ മോശയോടും അഹരോനോടും മിര്യാമിനോടും നിങ്ങൾ മൂവരും സമാഗമന കൂടാരത്തിങ്കൽ വരുവീൻ എന്ന് കൽപ്പിച്ചു. അവർ മൂവരും ചെന്നു. യഹോവ മേഘസ്തംഭനത്തിൽ ഇറങ്ങി കൂടാരവാതിൽക്കൽ നിന്ന് അഹരോനെയും മിര്യാമിനെയും വിളിച്ചു. കർത്താവ് പറയുകയാണ്, നിങ്ങൾ മൂവരും പുറത്തു വരണം, സ്വതം സമാഗമന കൂടാരത്തിൽ നിങ്ങൾ വരണം. അങ്ങനെ ഇവർ മൂവരും ചെല്ലുമ്പോൾ യഹോവ സ്വതം അവിടെ സ്തംഭത്തിൽ ഇറങ്ങുകയാണ് കർത്താവ്. എന്നിട്ട് മേഘസ്തംഭത്തിൽ ഇറങ്ങിയിട്ട് കൂടാരവാതിൽക്കൽ നിന്ന് അഹരോനെയും മിര്യാമിനെയും വിളിച്ചു. അവർ ഇരുവരും അങ്ങോട്ട് ചെന്നു. പിന്നെ അവൻ അരുളി ചെയ്തത്, എൻ്റെ വചനങ്ങളെ കേൾപ്പീൻ. നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടെങ്കിൽ യഹോവയായ ഞാൻ അവന് ദർശനത്തിൽ എന്നെ വെളിപ്പെടുത്തുകയും സ്വപ്നത്തിൽ അവനോട് സംസാരിക്കുകയും ചെയ്യും. കർത്താവ് ഹല്ലേലൂയ ഇവരെ വിളിച്ചിട്ട് പറയുന്ന ചില ഭാഗങ്ങളാണ് നമ്മൾ മുന്നമേ വായിച്ചത്. ദൈവം പറയുകയാണ്, ഞാൻ പ്രവാചകനിലൂടെ സംസാരിക്കും, ദർശനത്തിലൂടെ സ്വപ്നത്തിലൂടെ സംസാരിക്കും. പക്ഷേ എൻ്റെ ദാസനായ മോശയുടെ വിഷയത്തിൽ അങ്ങനെയല്ല. സ്തോത്രം. അവൻ എൻ്റെ ഗ്രഹത്തിലൊക്കെയും വിശ്വസനായ വ്യക്തിയാണ്. ഞാൻ അവനോട് അരുളി ചെയ്യുന്നത് മറുപൊരുളായിട്ടല്ല, സ്പഷ്ടമായിട്ടും അഭിമുഖമായിട്ടും അത്രേ. അവൻ യഹോവയുടെ രൂപം കാണുകയും ചെയ്യും. നമ്മൾ വായിച്ചു കേട്ട പുറപ്പാടിന്റെ പുസ്തകത്തിൽ കടന്നു വരുമ്പോൾ അവിടെ മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ നീ തെരഞ്ഞെടുത്തിരിക്കുന്ന ജനമെന്ന് നീ വെളിപ്പെടുത്തണമേ. ദൈവം കോപിക്കുമ്പോൾ മോശ അവിടെ ഇടുങ്ങി നിൽക്കുകയാണ്. എന്നിട്ട് ദൈവം പറയുകയാണ്, നിന്റെ യാചന ഞാൻ കേട്ടിരിക്കുക, നിന്റെ ആഗ്രഹം ഞാൻ കേട്ടിരിക്കുക, നിന്റെ സ്തോത്രം വിഷയത്തിന്റെ മേൽ ഞാൻ പ്രവർത്തിക്കും. മോശ പറയുകയാണ്, കർത്താവേ നിന്റെ സാന്നിധ്യം എൻ്റെ കൂടെ പോരണമേ. ഹല്ലേലൂയ. നിന്റെ സാന്നിധ്യം എൻ്റെ കൂടെ പോരുന്നെങ്കിൽ ഞങ്ങളെ ഇവിടെ നയിക്കല്ലേ. ഹല്ലേലൂയ. നിനക്കെന്നോട് കൃപ തോന്നിയിട്ടുണ്ടെന്ന് നീ എന്നോട് സംസാരിച്ചതാണ്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ കർത്താവ് പറയുക, എനിക്ക് കൃപ തോന്നണം എന്നുള്ളവനോട്, സ്തോത്രം കരുണ തോന്നണം എന്നുള്ളവനോട് ഞാൻ കരുണ കാണിക്കും, എന്നുള്ളവനോട് ഞാൻ കൃപ കാണിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മോശ പറയുക, കർത്താവേ നിന്റെ സാന്നിധ്യം എനിക്ക് ഒന്ന് കാണണം. പ്രൈസ് ദി ലോർഡ്. എനിക്ക് നിന്നെ ഒന്ന് കാണണം. ഹല്ലേലൂയ. എനിക്ക് നിന്റെ മഹത്വം ഒന്ന് കാണണം. ഇവിടെ ഹല്ലേലൂയ സ്വരം ദൈവം പറയുക, അവൻ എൻ്റെ രൂപം കാണുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അവൻ യഹോവയുടെ രൂപം കാണും. അപ്പോൾ ചില ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഞാൻ ദൈവമക്കളോട് പങ്കിട്ടത്. പ്രിയ ദൈവത്തിന്റെ ജനമേ, ഇവിടെ കർത്താവ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം, മോശ വിശ്വസ്തനാണ്. മോശയോട് ഞാൻ അഭിമുഖമായിട്ട് സംസാരിക്കുന്നു. എന്നിട്ട് ദൈവം അവരോട് ചോദിക്കുകയാണ്, അങ്ങനെ ഇരിക്കും നിങ്ങൾ എൻ്റെ ദാസനായ മോശയ്ക്ക് വിരോധമായി സംസാരിപ്പാൻ ശങ്കിക്കാഞ്ഞതെന്തോ? യഹോവയുടെ കോപം അവരുടെ നേരെ ജ്വലിച്ചു. അവൻ മറഞ്ഞു. മേഘവും കൂടാരത്തിന്മേൽ നീങ്ങിപ്പോയി. മിരിയാം ഹിമം പോലെ വെളുത്ത് കുഷ്ഠരോഗിണിയായി. നമുക്ക് ആ ഭാഗം വളരെ സുപരിചിതമാണ്, പശ്ചാത്തലം നമുക്കറിയാം. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവ് അവിടെ ഇത് പറഞ്ഞിട്ട് കർത്താവ് മറയുക, അല്ലെങ്കിൽ ദൈവം അവിടെ നിന്ന് മാറിപ്പോവുക. കാരണം കർത്താവ് ഇത് മാത്രം പറയുവാൻ വേണ്ടിയാണ് ആ ഒരു സ്തോത്രം ഹല്ലേലൂയ കൂടാരത്തിൻ്റെ അകത്ത് കർത്താവ് വന്നത്, അല്ലെങ്കിൽ കർത്താവ് അവരെ വിളിച്ചു വരുത്തിയതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം, പ്രധാനപ്പെട്ട ഉദ്ദേശം ഈ ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രമാണ്. കർത്താവ് ഇത് പറഞ്ഞിട്ട് അവിടെ നിന്ന് മറിയുക. സ്തോത്രം. അഹരോൻ നോക്കുമ്പോൾ മിരിയാം ഒരു കുഷ്ഠരോഗിയായി തീരുക. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം പറയുകയാണ്, ഹല്ലേലൂയ സ്തോത്രം, അവളുടെ അപ്പൻ അവളുടെ മേൽ
തപ്പിയാൽ ആമേൻ അവൾ ഒരു നിന്ദിക്കപ്പെട്ട പാത്രമായി തീരുന്നു എങ്കിൽ ഹല്ലേലൂയ അവളെ ആമേൻ കൂടാരത്തിന്റെ പുറത്തിട്ട് പൂട്ടണം. 7 ദിവസം മിരിയാം പുറത്തു നിന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവത്തിന്റെ ജനമേ, നമ്മൾ സംസാരിക്കുന്ന വാക്കുകൾ നിമിത്തം നമ്മുടെ മേൽ ഹല്ലേലൂയ ചില ദൈവിക കോപങ്ങൾ വരാൻ ഇടവരല്. ഹല്ലേലൂയ. നമ്മുടെ വാക്ക് കൃപയോട് കൂടിയതായിരിക്കട്ടെ, നമ്മുടെ വാക്ക് ഉപ്പിനാൽ രുചി വരുന്നതായിരിക്കട്ടെ. അവിടെ അഹരോൻ ഹല്ലേലൂയ സ്തോത്രം അനുദപിക്കുകയാണ്. അവിടെ അഹരോൻ ഹല്ലേലൂയ മോശയോട് ക്ഷമ ചോദിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, യജമാനനെ ആമേൻ ഞങ്ങളുടെ തെറ്റ് കണക്കിടലേ, ഞങ്ങളോട് ക്ഷമിക്കണമേ. മോശ ഹല്ലേലൂയ സ്തോത്രം അവർക്ക് വേണ്ടി ഇടിവി നിൽക്കുന്നുണ്ട്. പ്രിയ ദൈവത്തിന്റെ പൈതലേ ഹല്ലേലൂയ ആമേൻ സ്തോത്രം. ഇവിടെ നിന്ന് കർത്താവിന്റെ ആത്മാവ് എനിക്ക് നൽകിയ ഒരു പ്രധാനപ്പെട്ട വിഷയം, ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആമേൻ സ്തോത്രം ഹല്ലേലൂയ എന്നോട് ഇടപെട്ട ഒരു വ്യക്തമായ വിഷയം, ഹല്ലേലൂയ നിങ്ങൾ വിശ്വസ്തരാണ്. ഈ സെഷനിൽ കർത്താവിന് അരുളി ചെയ്യുവാനുള്ളൊരു ദൈവിക ആലോചന, ആർ യു ഫെയ്ത്ത്ഫുൾ? ഹല്ലേലൂയ. മോശയെ നോക്കി ദൈവം പറയുകയാണ്, അവൻ എൻ്റെ ഗ്രഹത്തിലൊക്കെയും വിശ്വസനായിരിക്കുന്നു. ആമേൻ സ്തോത്രം. അവൻ എൻ്റെ ഗ്രഹത്തിലൊക്കെയും വിശ്വസനാകുന്നു. അവനോട് ഞാൻ സംസാരിക്കുന്നത് സ്പഷ്ടമായിട്ടാണ്. ഹല്ലേലൂയ. എബ്രായ ലേഖന കർത്താവ് പറയുകയാണ്, മോശ ആമേൻ സ്തോത്രം തന്നെ നിയമിച്ചിരുന്ന ആ ദൈവത്തിന്റെ മുൻപിൽ ഒരു ആമേൻ സ്തോത്രം സാക്ഷ്യത്തിനായി താൻ ഒരു ഭൃത്യനായിട്ട് നിൽക്കുകയാ, താൻ ഒരു വിശ്വസ്തനായിട്ട് നിൽക്കുകയാ. സങ്കീർത്തനക്കാരൻ 12ാമത്തെ സങ്കീർത്തനത്തിൽ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുകയാണ്. ആമേൻ സ്തോത്രം. ദാവീദ് പ്രാർത്ഥിക്കുകയാണ്, യഹോവേ രക്ഷിക്കണമേ. ഹല്ലേലൂയ. ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു. ആമേൻ സ്തോത്രം. വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തിന്റെ അകത്ത് ഭക്തന്മാർ ഹല്ലേലൂയ ഇല്ലാതെ പോകുകയാ. വിശ്വസ്തന്മാർ കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിന് കർത്താവിന്റെ ആത്മാവിന് നമ്മോട് കൈമാറുന്ന ഒരു ദൈവിക ആലോചന, ആർ യു ഫെയ്ത്ത്ഫുൾ ഇൻ ദിസ് ജനറേഷൻ? ഹല്ലേലൂയ. ദുഷ്ടത പെരുകുന്ന ഒരു കാലഘട്ടത്തിന്റെ മധ്യത്തിൽ നാം ആയിരിക്കുമ്പോൾ, ഹല്ലേലൂയ അതിക്രമങ്ങൾ പെരുകുന്ന ഒരു തലമുറയുടെ മധ്യത്തിൽ, ഹല്ലേലൂയ കഴിഞ്ഞ ദിനങ്ങളിൽ കർത്താവിന്റെ ആത്മാവ് വ്യക്തമായി എന്നോട് സംസാരിച്ച ഒരു ദൈവിക ആലോചനയാണ്. ദൈവം സ്തോത്രം നീതിമാന്മാരുടെ തലമുറയുടെ കൂടെയുണ്ട്. ആമേൻ സ്തോത്രം. God is with the generation of the righteous. ഹല്ലേലൂയ. അതോടനുബന്ധിച്ച് കർത്താവ് എനിക്ക് നൽകിയ ചില ചിന്തകളാണ്. പ്രൈസ് ദി ലോർഡ്. നോഹ തൻ്റെ തലമുറയിൽ നീതിമാനായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം താനൊരു നീതി പ്രസംഗിയായിരുന്നു. പത്രോസ് ലേഖനത്തിൽ പറയുക, നീതി പ്രസംഗിയായ നോഹ. എന്നാൽ തനിക്ക് ആരെയും ഒരുപക്ഷെ നേടുവാൻ കഴിഞ്ഞില്ലെങ്കിലും തൻ്റെ ജനറേഷനിൽ താൻ വിശ്വസ്തനായിട്ട് നിന്നു. താൻ നീതിക്ക് വേണ്ടി നിന്നു. നീതിയെക്കുറിച്ച് താൻ പ്രസംഗിപ്പാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. തനിക്ക് ലഭിച്ച ആ അരുളപ്പാടുകൾ, അല്ലെങ്കിൽ താൻ ദൈവത്തിങ്കിൽ നിന്ന് പ്രാപിച്ച ആ ദൈവിക ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആലോചനകൾ താൻ കൈമാറുവാൻ ഇടയായി തീർന്നു. ആര് കേട്ടോ കേട്ടില്ല അത് നമ്മുടെ വിഷയമല്ല. നാം പ്രാപിച്ചിരിക്കുന്ന ചിലത് നാം അത് കൈമാറുവാൻ ആമേൻ സ്തോത്രം മറ്റുള്ളവരിലേക്ക് അല്ലയോ പകർന്നു കൊടുക്കുവാൻ, മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ നമ്മുടെ മേലൊരു വലിയ ഉത്തരവാദിത്വം കിടപ്പുണ്ട്. നമ്മുടെ മേലൊരു വലിയ കടപ്പാട് കിടപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ആത്മാവ് ദിവസങ്ങളിൽ വ്യക്തമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവിക ആലോചനയാണ്. ദൈവം നീതിമാന്മാരുടെ തലമുറയുടെ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ ആമേൻ സ്തോത്രം വീണ്ടും ഇങ്ങനെയാണ് 14ാമത്തെ സങ്കീർത്തനത്തിൽ പറയുന്നത്. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു ദൈവമില്ല എന്ന്. എന്നാൽ ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുക. തന്നെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ? തന്നെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ സേവിക്കുന്ന, അല്ലെങ്കിൽ കർത്താവിന്റെ ഹിതം മനസ്സിലാക്കുന്ന, ദൈവിക ഉദ്ദേശങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ആമേൻ കർത്താവിന് തിരയുന്ന ബുദ്ധിമാനുണ്ടോ? ഇത് നോക്കി കർത്താവ് സ്വർഗത്തിൽ നിന്നിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് അറിയാം ദുഷ്ടത പെരുകുന്നുണ്ട്. ദൈവത്തിന് അറിയാം മൂഢൻ ഹൃദയത്തിൽ പറയുക ദൈവമില്ലെന്ന്. ഇതൊക്കെ ദൈവം കാണുന്നുണ്ട്. ആമേൻ സ്തോത്രം. ഞാൻ മുന്നമേ പറഞ്ഞതുപോലെ കർത്താവ് ഓരോ വാക്കുകളും കേൾക്കുന്നുണ്ട്. ആമേൻ സ്തോത്രം. അഹരോനും മിരിയാമും സംസാരിച്ചത് യഹോവേ അത് കേട്ടു. മൂഢൻ ഹൃദയത്തിൽ പറയുന്നത് ദൈവത്തിനറിയാം. നമ്മുടെ ഹൃദയത്തിൽ നാം പറയുന്ന ഓരോ വാക്കുകൾ പോലും ശ്രദ്ധ വെച്ച് കേൾക്കുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. അബ്രഹാം ഹൃദയത്തിൽ ചിരിച്ചു, അതുപോലും ദൈവം അറിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഹൃദയത്തിൽ ചിന്തിക്കുന്നത് വിചാരിക്കുന്നതൊക്കെ ദൈവം കാണുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സങ്കീർത്തനക്കാരൻ പറയും ഇതൊക്കെ കർത്താവ് കാണുന്നുണ്ട്. പക്ഷേ കർത്താവ് ആമേൻ സ്വർഗത്തിൽ നിന്ന് നോക്കുന്നത് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ? ആമേൻ. ദുഷ്ടത പെരുകുമ്പോഴും when wickedness arises, ഹല്ലേലൂയ, ദൈവം അന്വേഷിക്കുന്നത് ഇതിൻ്റെ അകത്ത്. ഹല്ലേലൂയ. ആമേൻ. ഈ ദുഷ്ടത പെരുകിയ ലോകത്തിന്റെ അകത്ത് എന്നെ തിരയുന്ന ഏത് ബുദ്ധിമാനുണ്ട്? ഹല്ലേലൂയ. ദൈവം നോക്കുകയാ സ്വർഗത്തിൽ നിന്ന്. ഇന്നും കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുക. കർത്താവ് വാതിൽക്കൽ നിന്ന് മുട്ടിക്കൊണ്ടിരിക്കുക. ആര് ദൈവത്തിന്റെ ശബ്ദം കേട്ട് വാതിൽ തുറക്കും? അവരുടെ കൂടെയാണ് കർത്താവ് വന്ന് അത്താഴം കഴിക്കുന്നത്. അങ്ങനെയെങ്കിൽ കർത്താവ് മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് സ്വർഗത്തിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹൂ ഇസ് ദാറ്റ് പേഴ്സൺ? ഹല്ലേലൂയ. ഹൂ ഇസ് ready to seek me, who is ready to understand me? ഹല്ലേലൂയ. ദൈവത്തെ അന്വേഷിക്കുവാൻ, ദൈവത്തെ തിരയുവാൻ ഹല്ലേലൂയ ഏതു വ്യക്തിയുണ്ടെന്ന് കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ആമേൻ സ്തോത്രം. ദുഷ്ടന്മാർ
വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഹല്ലേലൂയ. യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. അനന്തരം ഭക്തൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക, കർത്താവ് വിശ്വസ്തന്മാർ കുറഞ്ഞിരിക്കുക മനുഷ്യപുത്രന്മാരിൽ. ദൈവം ഹല്ലേലൂയ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടെന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും കർത്താവ് തിരയുകയാ, കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുക. ഈ ഒരു തലമുറയിൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിന്റെ പൈതലേ, ഞാൻ ആത്മാവിൽ ഒരു ആഹ്വാനം നിങ്ങൾക്ക് നൽകാം. അതെ, നിങ്ങൾ ഹല്ലേലൂയ വിശ്വസ്തരായി നിൽപ്പാൻ തയ്യാറാണോ? നിങ്ങൾക്കൊരു സമർപ്പണത്തിലേക്ക് കടക്കുവാൻ കഴിയുമോ? ലോർഡ്, ഐ ആം ദേർ ഫോർ യു, ഐ ആം റെഡി ഫോർ യു. ഹല്ലേലൂയ. കർത്താവ് തിരയുമ്പോൾ, കർത്താവെ ഞാനുണ്ട്, ഞാൻ അങ്ങയ്ക്ക് വേണ്ടിയുണ്ടെന്ന് പറയുവാൻ ആ തീരുമാനത്തോടെ, അതെ, ആ ഒരു സമർപ്പണത്തോട്, ഒരു പ്രതിഷ്ഠയോടെ നിൽക്കുവാൻ ദൈവത്തിന് വേണ്ടി ഈ കാലഘട്ടത്തിൽ ആമേൻ സ്തോത്രം ഒരു നോഹയെ പോലെ നിൽക്കുവാൻ നിങ്ങൾക്ക് തയ്യാറുണ്ടോ? ഹല്ലേലൂയ. ദാനിയേലിനെ പോലെ നിൽക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ? ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ആയിരിക്കുന്ന അടിമത്വമാണ്, ആയിരിക്കുന്ന സാഹചര്യങ്ങൾ അനുകൂലമല്ല, തന്നെ നോക്കുവാൻ ആരുമില്ല, തന്നെ ആമേൻ സ്തോത്രം വീക്ഷിക്കുന്ന ഒരു കണ്ണുകളുമില്ല, ഒരുപക്ഷെ തന്റെ മാതാപിതാക്കളില്ല, തന്റെ സഭയിൽ അവൻ ദൈവദാസനില്ല, തന്നെ ആമേൻ സ്തോത്രം ശ്രദ്ധിക്കുന്ന ഒരു മനുഷ്യനുമില്ല, തനിക്ക് ഏത് വിധത്തിലും അവിടെ ജീവിക്കാം. പക്ഷേ താൻ ഒരു തീരുമാനത്തിലേക്ക് കടന്നു വന്നു. ആമേൻ സ്തോത്രം. അവിടെ നമുക്ക് കാണുവാൻ കഴിയും, താൻ ഹൃദയത്തിൽ നിശ്ചയിച്ചു, രാജാവിന്റെ ഭോജനം കൊണ്ട് ഞാൻ എന്നെ തന്നെ അശുദ്ധനാക്കുന്നില്ല. ആമേൻ. താൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ആമേൻ സ്തോത്രം ആഹാരവും എനിക്ക് വേണ്ട. ഹല്ലേലൂയ. താൻ ഉണ്ടാക്കിയിരിക്കുന്ന ബിംബത്തിന്റെ മുൻപിൽ ഞാൻ നമസ്കരിക്കുന്നില്ലെന്ന് ശദ്രക്കും മേശക്കും അബേദ്നെഗോ എടുത്ത തീരുമാനം പോലെ ആരെന്നെ ശ്രദ്ധിക്കുന്നു എന്നുള്ളതല്ല നമ്മുടെ വിഷയം. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി ഒരു ആമേൻ സ്തോത്രം വിശ്വസ്ത വ്യക്തിയായിട്ട് നിൽക്കുവാൻ കഴിയുമോ? ഒരു നീതിമാനായിട്ട് നമുക്ക് നിൽക്കുവാൻ കഴിയുമോ? ഹല്ലേലൂയ. ഏലിയാവിന് പറയുവാൻ ഒരു കംപ്ലൈന്റ് ഉണ്ട്. ഏലിയാവ് പറയുക, കർത്താവേ ആമേൻ സ്തോത്രം 7000 പേരെ ദൈവം തന്നോട് സംസാരിക്കുക, ഞാൻ 7000 പേരെ റിസർവ് ചെയ്തിട്ടുണ്ട്. ഏലിയാവ് പറയുക, കർത്താവേ ഞാൻ ഒരു മനുഷ്യനേ ഉള്ളൂ, ഞാൻ ഇത്രയും കർത്താവിന് വേണ്ടി ശുഷ്കാന്തിയോടെ നിന്നല്ലോ. ആമേൻ സ്തോത്രം. ഞാൻ ബാലിന് ഒട്ടുമടങ്ങാതെ ആമേൻ സ്തോത്രം ഞാൻ മാത്രമേ ഉള്ളൂ അങ്ങയുടെ നാമത്തിൽ. കർത്താവ് പറയുക, ഇല്ല, നീ അറിയാത്ത 7000 പേരെ, ബാലിന് വണങ്ങാത്ത, മുഴങ്കാലിൽ ആമേൻ സ്തോത്രം വീഴാത്ത 7000 പേരെ ഞാൻ ആമേൻ സൂക്ഷിച്ചിട്ടുണ്ട്. ദൈവം പറയുക, ഞാൻ സംരക്ഷിച്ചിട്ടുണ്ട്. ഐ ഹാവ് റിസർവ്ഡ് ഫോർ ദം. ഹല്ലേലൂയ. എല്ലാ കാലഘട്ടത്തിലും ഒരു ശേഷിവ, എല്ലാ കാലഘട്ടത്തിലും ഒരു റെമനന്റ് ഉണ്ട്. ഹല്ലേലൂയ. നീതിമാനായ ലോത്ത് ആമേൻ അനീതിയുള്ളവരുടെ നടുവിൽ നിന്നുകൊണ്ട് തന്റെ നീതി പ്രവർത്തികൾ ആമേൻ സ്തോത്രം ഹല്ലേലൂയ അതുപോലും താൻ നീതിമാനായ മനുഷ്യന്, പക്ഷെ താൻ വലഞ്ഞു പോയതായിട്ടാണ് നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ കാണുവാൻ കഴിയുന്നത്. അനീതിയുടെ മധ്യത്തിൽ നിൽക്കുമ്പോൾ പ്രിയ ദൈവത്തിന്റെ പൈതലെ, കർത്താവിന്റെ ആത്മാവിന് നൽകുവാനുള്ള ഒരു ദൈവിക ആലോചന, ആർ യു ഫെയ്ത്ത്ഫുൾ? ഹല്ലേലൂയ. നിനക്ക് വിശ്വസ്തനായിട്ട് നിൽക്കുവാൻ കഴിയുമോ? നിനക്ക് വിശ്വസ്തയായിട്ട് നിൽക്കുവാൻ കഴിയുമോ? താലന്തുകളുടെ ഉപമയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. കർത്താവ് പറയുകയാണ്, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു. ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ചിലതിൽ ആമേൻ സ്തോത്രം അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങളിൽ അല്പത്തിൽ നമുക്കൊരു വിശ്വസ്തത പാലിപ്പാൻ കഴിയുമോ? ഹല്ലേലൂയ. നമ്മിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി ആമേൻ സ്തോത്രം നമുക്ക് നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കാം, വാസ് ഐ ഫെയ്ത്ത്ഫുൾ? ഞാനൊരു വിശ്വസ്ത വ്യക്തിയായിരുന്നു. കഴിഞ്ഞ നാളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട് നമ്മളോട് ചോദിക്കാൻ കഴിയുമോ, വാസ് ഐ ഫെയ്ത്ത്ഫുൾ? അല്ലെങ്കിൽ ആം ഐ ഫെയ്ത്ത്ഫുൾ നൗ? ഞാൻ ഇപ്പോൾ വിശ്വസ്തനാണോ? നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് നോക്കിയിട്ട് ആമേൻ സ്തോത്രം ഹല്ലേലൂയ നമുക്ക് ഒന്ന് ശോധന ചെയ്യാം. മറ്റാരെയും നമ്മൾ നോക്കേണ്ട. ലെറ്റ്സ് ലുക്ക് ഇൻ ടു അവർ ഓൺ ലൈഫ്സ്. നമ്മളിലേക്ക് തന്നെ നോക്കിയിട്ട് നമുക്കൊന്ന് ശോധന ചെയ്തിട്ട് ചോദിക്കാം, ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ വിശ്വസ്തനാണോ? ആമേൻ സ്തോത്രം. ഒരു വാക്യം നമുക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായം അതിൻ്റെ 45-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം, മാത്യു ചാപ്റ്റർ 24 വേഴ്സ് 45. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, എന്നാൽ യജമാനൻ തൻ്റെ വീട്ടുകാർക്ക് തത്സമയത്ത് ഭക്ഷണം കൊടുക്കേണ്ടതിന് അവരുടെ മേൽ ആക്കി വെച്ച വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസനാർ. ദൈവം യേശു കർത്താവ് അവിടെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്നാൽ യജമാനൻ തൻ്റെ വീട്ടുകാർക്ക് തൽസമയത്ത് ഭക്ഷണം കൊടുക്കേണ്ടതിന്. അപ്പോൾ ഒരു ഉത്തരവാദിത്വം യജമാനൻ ആമേൻ സ്തോത്രം ഏൽപ്പിച്ചിരിക്കുകയാണ്. യജമാനൻ ഹല്ലേലൂയ ദാസൻ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ട് യജമാനൻ ഒരിടത്തേക്ക് പോയിരിക്കുക. എന്നിട്ട് യേശു കർത്താവ് ചോദിക്കുക, ആ ദാസനാർ തൻ്റെ വീട്ടുകാർക്ക് തത്സമയത്ത് ഭക്ഷണം കൊടുക്കേണ്ടതിന് ആക്കി വെച്ച വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസൻ. സ്തോത്രം. വിശ്വസ്തരായിരിക്കാൻ, ബുദ്ധിമാനെ പോലെ നമുക്കായിരിക്കാൻ ഇടയാകട്ടെ. ആമേൻ സ്തോത്രം. നമ്മൾ സങ്കീർത്തനത്തിൽ വായിച്ചതുപോലെ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കർത്താവ് നോക്കുക. അപ്പോൾ കർത്താവിനെ അന്വേഷിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്ന ആ വ്യക്തി ബുദ്ധിമാനാണെന്നാണ്. ഹല്ലേലൂയ. ഇവിടെ യേശു കർത്താവ് പറയുക, തന്നെ ആക്കി വെച്ചിരിക്കുന്ന ആ ഉത്തരവാദിത്തം അല്ലെങ്കിൽ തന്നെ ആക്കി വെച്ചിരിക്കുന്ന ചില കാര്യത്തിൽ വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസനാർ. എന്നിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു പദം ഇങ്ങനെയാണ്,
ആമേൻ സ്വരം. യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്ത് കാണുന്ന ദാസൻ ഭാഗ്യവാൻ. അപ്പോൾ യജമാനൻ ഒരു നാഴികയിൽ വരും, അത് ചെയ്ത് കാണുന്ന ആമേൻ സ്വരം. അപ്പോൾ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ചെയ്ത് കാണുന്ന ആമേൻ സ്വരം ആ ദാസൻ ഭാഗ്യവാനാണെന്നാണ് യേശു കർത്താവ് പറയുന്നത്. എന്നിട്ട് പറയുകയാണ് ആമേൻ, അവനെ തനിക്കുള്ള സകലത്തിന്മേലും യജമാനൻ ആക്കി വെക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അപ്പോൾ ഏൽപ്പിച്ചിരിക്കുന്ന ചെറിയൊരു കാര്യമാണ് ആമേൻ സ്വരം. ഭക്ഷണം കൊടുക്കണം, തക്ക സമയത്ത് ഭക്ഷണം കൊടുക്കണം. ഇത് ഏൽപ്പിച്ചിരിക്കുന്ന ചെറിയൊരു കാര്യമാണ്. പക്ഷേ യേശു കർത്താവ് പറയുക, അങ്ങനെ ചെയ്യുന്ന മനുഷ്യൻ, യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്ത് കാണപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. തൻ്റെ യജമാനൻ ആ ദാസനെ തനിക്കുള്ള സകലത്തിൻ്റെ മേലും അധികാരിയാക്കി വെക്കും, അല്ലെങ്കിൽ തനിക്കുള്ള സകലത്തിൻ്റെ മേലും സ്വന്തം കർത്തൃത്വം നടത്തുവാൻ ഒരു അധികാരം ഈ യജമാനൻ കൊടുക്കുകയാണെന്നാണ് കർത്താവ് പറയുന്നത് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങൾ. എന്നാൽ അവൻ ദുഷ്ടദാസനായി യജമാനൻ വരുവാൻ താമസിക്കുന്നു എന്ന് ഹൃദയം കൊണ്ട് പറഞ്ഞു. അപ്പോൾ ഈ മനുഷ്യൻ, സപ്പോസ് കർത്താവ് പറയുക, എന്നാൽ ഈ മനുഷ്യൻ ഇങ്ങനെ പറയുകയാണ്, എൻ്റെ യജമാനൻ വരുവാൻ താമസിക്കുന്നു എന്ന് ഹൃദയം കൊണ്ട് പറഞ്ഞ് കൂട്ടുദാസന്മാരെ അടിപ്പാനും കുടിയാന്മാരോട് കൂടി തിന്നു കുടിപ്പാനും തുടങ്ങിയാൽ ആ ദാസൻ നിരൂപിക്കാത്ത നാളിലും അറിയാത്ത നാഴികയിലും യജമാനൻ വന്ന് അവനെ ദണ്ഡിപ്പിച്ച് അവനെ കപടഭക്തിക്കാരോടുകൂടെ പങ്ക് കൽപ്പിക്കും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ യേശു കർത്താവ് പറയുകയാണ്, സ്തോത്രം, ഈ ദാസൻ, ഹല്ലേലൂയ, സപ്പോസ് ഇഫ് ഹി തിങ്സ് എൻ്റെ യജമാനൻ വരുവാൻ താമസിക്കുന്നു എന്ന് ഹൃദയത്തിൽ പറഞ്ഞിട്ട് അവൻ സ്വന്തം കൂട്ടുദാസന്മാരെ അടിപ്പാനും, ഹല്ലേലൂയ, അല്ലെങ്കിൽ ദൈവീക പദ്ധതിയില്ലാത്തത് ചെയ്യുവാനും കുടിപ്പാനും അങ്ങനെ പല കാര്യങ്ങളിലും ഏർപ്പെട്ടിട്ട് അവൻ എൻ്റെ യജമാനൻ വരുവാൻ താമസിക്കുന്നു എന്ന് ഹൃദയത്തിൽ ചിന്തിച്ചുകൊണ്ടാണ് ഈ മനുഷ്യൻ പലതും ചെയ്യുന്നത്. പക്ഷേ അവൻ ചിന്തിക്കാത്ത നാഴികയിൽ യജമാനൻ വരും. ഹല്ലേലൂയ. അപ്പോൾ യു ഹാവ് ടു സെൽഫ് പ്രിപ്പയർ യുവർ സെൽഫ്, അല്ലെങ്കിൽ യു ഹാവ് ടു ബി റെഡി അറ്റ് എവറി മൊമെന്റ് ഓഫ് യുവർ ലൈഫ്. അതാണ് അവിടെ യേശു കർത്താവ് പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം. നിങ്ങൾക്കറിയത്തില്ല ഏത് നാഴികയിൽ യജമാനൻ വരും. നമ്മുടെ കർത്താവ് ഏത് നാഴികയിൽ വരുമെന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ട് ഹല്ലേലൂയ, യു ഹാവ് ടു ബി റെഡി എവറി ടൈം. പ്രൈസ് ദി ലോർഡ്. ആമേൻ സ്തോത്രം. യജമാനൻ ഏത് നാഴികയിൽ വരുമെന്ന് നമുക്കറിയത്തില്ല, എന്നാൽ യജമാനൻ വരുമെന്ന് നമുക്കറിയാം. പക്ഷേ ഇറ്റ്സ് അറ്റ് വിച്ച് അവർ നമുക്കറിയത്തില്ല ഏത് നാഴികയിലാണ്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. പലതും ചെയ്യുവാനൊക്കെ പരിശ്രമിക്കുമ്പോൾ അവിടെ പറയുകയാണ്, അവൻ അറിയാത്ത നാഴികയിൽ, അവൻ നനച്ചിരിക്കാത്ത സമയത്ത് യജമാനൻ വരും. ആമേൻ സ്തോത്രം. കപടഭക്തിക്കാരോട് കൂടെ അവന് പങ്ക് കൊടുക്കും. ഹല്ലേലൂയ. അവിടെ കരച്ചിലും പല്ലുകണ്ടിയും ഉണ്ടാകും. അത് നരകത്തെക്കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. നമുക്കറിയത്തില്ല നമ്മുടെ യജമാനൻ എന്നാണ് വരുന്നത്. ലെറ്റ്സ് പ്രിപ്പയർ അവർസെൽസ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന് നമ്മോട് കൈമാറുള്ള ഒരു ദൈവിക ആലോചന. കർത്താവിന് നമ്മോട് ചോദിപ്പാനുള്ള ഒരു ചോദ്യം ഇതാണ്, ആർ യു ഫെയ്ത്ത്ഫുൾ ടുഡേ? ഹല്ലേലൂയ. കർത്താവ് നമ്മോട് ചോദിക്കുകയാണ്, നീ വിശ്വസ്തനാണോ? നീ വിശ്വസ്തയാണോ? ഹല്ലേലൂയ. അതേ, ആമേൻ സ്തോത്രം. ഭക്തന്മാർ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, ആമേൻ, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ ഇല്ലാതെയാകുമ്പോൾ, ഭക്തന്മാർ ഇല്ലാതെയാകുമ്പോൾ, ഹല്ലേലൂയ, കർത്താവിന് വേണ്ടി വിശ്വസ്തയോട് നിൽപ്പാൻ ഒരു തീരുമാനത്തിലേക്ക് നമുക്ക് കടക്കുവാൻ കഴിയുമോ? ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഹല്ലേലൂയ. വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസനാർ. യജമാനൻ വരുമ്പോൾ അത് ചെയ്ത് കാണപ്പെടുന്ന ദാസൻ ഭാഗ്യവാൻ എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അങ്ങനെയെങ്കിൽ യജമാനൻ, നമ്മുടെ യജമാനനായ കർത്താവ് വരുന്ന ആ നാളിൽ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതിൽ വിശ്വസ്തയോടെ നിൽപ്പാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു, ആ യജമാനൻ തനിക്കുള്ള സകലത്തിനും തന്നെ അധികാരിയാക്കി വെക്കും. ഹല്ലേലൂയ. അല്പത്തിൽ നീ വിശ്വസ്തനായിരിക്കാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കുമെന്ന് ആമേൻ സ്തോത്രം യേശു കർത്താവ് ഉപമയിലൂടെ പറഞ്ഞതായിട്ട് നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ആമേൻ. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നല്ലവനും വിശ്വസ്തനുമായ ദാസി എന്നുള്ളൊരു വിളി കേൾക്കേണ്ടത് നമ്മെ തന്നെ ദൈവകാര്യങ്ങളിൽ സമർപ്പിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പരിശുദ്ധനായ ഞങ്ങൾ സ്വർഗ്ഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. കർത്താവ് നൽകിയ നല്ല ആലോചനയ്ക്കായി തന്നെ മോശയെ പോലെ വിശ്വസ്തരായിരിക്കാൻ തന്നെ ഏൽപ്പിച്ചിരുന്ന ആ വിഷയത്തിൽ, ആ ശുശ്രൂഷയിൽ എൻ്റെ സകല ഗ്രഹത്തിലും മോശ വിശ്വസ്തനായെന്ന് കർത്താവ് സാക്ഷ്യം പറഞ്ഞതുപോലെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഓരോ മേഖലയിലും വിശ്വസ്തരായിരിക്കാൻ കർത്താവേ എൻ്റെ ജനത്തിന് കൃപ നൽകണം. ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവ് അതിനായി ബലപ്പെടുത്തണമേ. ഹല്ലേലൂയ. ബുദ്ധിമാനും വിശ്വസ്തനുമായ ദാസനാർ. ഹല്ലേലൂയ. അതുപോലെ കർത്താവേ, ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഓരോ താലന്തുകളിൽ, ദൈവം ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകളിൽ, കർത്താവ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ഓരോ കടപ്പാടുകളും വിശ്വസ്തയോടെ ചെയ്യുവാൻ കർത്താവ് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിനു വേണ്ടി നല്ലവരും വിശ്വസ്തരുമായ ദാസരായി നിൽക്കുവാൻ കർത്താവ് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. നോഹയെ പോലെ ആമേൻ അനീതി, ആമേൻ വഷളത്വം പെരുകിയ ഒരു തലമുറയുടെ അകത്ത്, ആമേൻ സ്തോത്രം, അനീതി പെരുകിക്കൊണ്ടിരുന്ന ആ തലമുറയുടെ അകത്ത്, ആമേൻ നോഹ നീതി പ്രസംഗിയായി നിന്നതുപോലെ, തൻ്റെ തലമുറയിൽ വിശ്വസ്തനായി നടന്നതുപോലെ, ആമേൻ നിഷ്കളങ്കനായി നടന്നതുപോലെ കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ,
വലഞ്ഞു പോകാതെ അനീതിയുടെ മധ്യത്തിൽ നീതിയോടെ നിൽക്കുവാനുള്ള ദൈവിക കൃപ ദുഷണത്തിന് മേൽ അങ്ങ് പകരണമേ. വരവിനായി കർത്താവ് ഒരുക്കണമേ. ദൈവിക കൃപയാൽ നിറയ്ക്കണമേ. അനേകരെ ഒരുക്കിയെടുക്കുവാൻ കർത്താവ് കൃപ ചെയ്യണം. ഈ ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ സ്വർഗ്ഗം ഇടയാകണമേ. കർത്താവ് എല്ലാം നന്മയാക്കി തീർക്കുന്നു. ഓർത്ത് നന്ദി മഹത്വമെല്ലാം എനിക്ക് നൽകുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. വചനം സുവിശേഷം എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമേ അനുഗ്രഹിക്കട്ടെ. ആമേൻ. അഡ്മിൻസിനോട് വീണ്ടും എന്നെ നന്ദി അറിയിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്ന കർത്താവ് സഹായിക്കട്ടെ. താങ്ക് യു ആൻഡ് ഗോഡ് ബ്ലെസ് യു ഓൾ.